ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഒക്ട ക്രിയേഷൻ. ഞാൻ അക്ഷയ്, ഇത് റോബിൻ. ഇന്ന് നമ്മുടെ പുതിയതായിട്ട് ആദ്യം വന്നത് ജെയ്സ് ജോസഫ്, ആർട്ടിസ്റ്റ് ജെയ്സ്, ഏറ്റവും വലിയ പവർഫുൾ ജെയ്സ് ആപ്പി. അപ്പോ നമുക്ക് നമ്മുടെ തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി അതിന്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് മറ്റേ അവൻ എങ്ങനെ അർജുൻ ദാസ് அவனோட ஷைன்டோம் இப்பதான் உங்க வரலாறு எடுத்து பார்த்தேன். நீ பெரிய வில்லன் கேள்விப்பட்ட? வீரா ஆனா ஏன் கேம்ல நான் தான்டா உனக்கு வில்லன். This is my fucking game. So sweet. அடி மோனே, எங்க அப்பா கார்ல இருந்து நடு ரோட்ல தள்ளி விட்டதே அவர்தான். அது மங்காதா தம் எனக்காக விட்டேன், சரக்கு என் வைஃப்காக விட்டேன், வயலன்ஸ் என் பையனுக்காக விட்டேன். ஆனா என் பையனுக்கு ஒண்ணு நான் விட்டதை தொட்டுதான் ஆகணும். இது மറ്റേ பையன் അതാണോ? ஓ 10 கிலோ கறி வேணும் பாய். இருங்க பாய். சார், உங்க கார்டு மேல ஒரு 16 நம்பர் இருக்கும், அந்த 16 நம்பர் கொஞ்சம் சொல்றீங்களா சார்? அவன் பயத்துக்கே பயம் காட்டுறவன். பழைய எல்லாம் கை இருக்கும், கால் இருக்கும், உசிர் இருக்கும், தலை இருக்கும், மொழி இருக்கும், ஆனா தலை இருக்காதுன்னு சொல்றாரு. ரொம்ப வருஷம் ஆச்சுல. I miss. വാലി അടിപൊളി അടിപൊളി ഒരു ഫാൻ ബോയ് സിനിമ സംഭവം തകർത്തു. ജേസൺ എന്താ തോന്നുന്നേ ഇത് കണ്ടിട്ട് അജിത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയല്ലേ? അടിപൊളി. അടിപൊളി. എടാ ശരിക്കും എനിക്കൊന്നും അജിത്തിന് ഈ DAGന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഇല്ല, അല്ല ഞാൻ പറയാം, DAGing അല്ല വെച്ച് ചെയ്യാറ്. പക്ഷെ പുള്ളി ഉണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ വണ്ണം കുറച്ച് ആ ഒരു സ്മാർട്ട് ലുക്ക്. പുള്ളി ഫുൾ ബ്ലാക്ക് അടിച്ച് ഷേവ് ഒക്കെ ചെയ്ത ആ ലുക്കായി. അല്ല ആ ലുക്കാണ് ഇത്. എല്ലാ സിനിമാണന്മാരും നരച്ച മുടിയാണ്, പക്ഷെ പുള്ളി അത് കാണിക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. പുള്ളിയെ പഴയ ആ ലുക്കിൽ കാണാനാണ് ഇപ്പോഴും ആഗ്രഹം. പക്ഷെ പുള്ളി കാണിക്കത്തില്ല. അല്ല കാണിച്ചല്ലോ ഈ പടത്തിന് വേണ്ടി. ഇതൊരു ഫൺമേഡ് മൂവി ആണല്ലോ. അപ്പൊ അടിപൊളിയാണ്. തൃശ ഉണ്ട്. തൃശ മറ്റേ ഇത് എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയ്ക്കും മറ്റേ മിക്സ് ഇല്ലേ, അതുപോലെ ഇപ്പൊ ചെയ്തേക്കുന്നത്. കാരണം ഈ ഫോട്ടോ കാണിക്കുമ്പോൾ അതിനകത്ത് ബില്ലയുടെ പഴയ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അതല്ല, ഈ തൃശ പറയത്തില്ല മറ്റേ സിനിമയുടെ അപ്പാവ് തള്ളിയിട്ടോ എന്താന്ന്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ഈ സിനിമയുടെ ഇതുമാര് അല്ലെ? അത് ഒരു കാണണം നമുക്ക്. പിന്നെ മറ്റേ ആദ്യം പറഞ്ഞില്ല മറ്റേ വില്ലനായിരിക്കും മറ്റേ പടത്തില്. അങ്ങനെ സംഭവം കേട്ടോ, വേറെ ലെവല്. എന്തായാലും നമ്മുടെ അധിക നാളെ അർജുൻ ദാസ് അടിപൊളിയായിട്ടുണ്ടല്ലേ? അല്ല അർജുൻ ദാസിന് വേറൊരു സെറ്റപ്പിലാക്കി വെച്ചേക്കുന്നേ. സൗണ്ട് ഒക്കെ വെച്ച് അടിപൊളിയായിരിക്കും. അപ്പൊ April 10 ഒരുപാട് പടങ്ങളുണ്ട്. 10 നമുക്ക് ബസൂക്ക ഉണ്ട്, അതുപോലെ നമ്മുടെ തലയുടെ പടം വരുന്നുണ്ട്. ഒത്തിരി പടം ഉണ്ടല്ലേ? മറ്റേ പടമുണ്ട് നെൽസന്റെ ഒക്കെ, ആലപ്പുഴ ജിംക. പിന്നെ വേറൊന്നും ഉണ്ടല്ലോ, മരണമസ് ബേസിൽ ജോസഫ്. യെസ്, ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട്. എമ്പുരാൻ പിന്നെ വേറെ ലെവലായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വേറൊരു ലെവല്. ഇത് എനിക്ക് തോന്നുന്നു ഈ മാർക്ക് ആന്റണി ഒക്കെ പോലെ തന്നെ ആയിരിക്കും തോന്നുന്നു. അതെ, പിന്നെ ഇതിനകത്ത് ആ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് GV പ്രകാശ് ഈ നമ്മുടെ AKയുടെ ഭയങ്കര ഒരു ആരാധകനാണ്. അതുകൊണ്ട് മ്യൂസിക് അതനുസരിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശേഷം തിയേറ്ററിൽ April 10 സിനിമ റിലീസാണ്. അപ്പൊ നമ്മൾ April 10 ശരിക്കും പറഞ്ഞാൽ ലീവ് എടുത്തിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പടം കാണാം, ഫുള്ള് കാണാം. വിഷു 270 കോടി ബഡ്ജറ്റ് അല്ലേ ഇതോ? ഇത് അത്ര ഉണ്ടോ? കാണും. പിന്നെ തമിഴ് സിനിമ 300 കോടി എങ്ങനെയാണല്ലോ 200 കോടിയുടെ മേളിൽ എല്ലാ പടം കൊടുക്കണ്ടേ? 19 കോടി രൂപ. 50 150 കോടി കൊടുക്കണ്ടേ ഇപ്പം? 150 കോടിയോ? പിന്നെ ചുമ്മാ ആണോ? വിജയ് 200 300 മേടിക്കാമെങ്കിൽ പുള്ളിക്ക് മേടിക്കത്തില്ല. രണ്ടുപേരും സെയിം ഇതിലല്ലേ നിൽക്കുന്നേ. എന്നാ പറഞ്ഞത് 150 കോടിയോ? വിജയ് 200 മേളിലല്ലേ മേടിക്കുന്നേ. 200 250 കോടി വിജയ്ക്ക് ഒരു സിനിമയ്ക്ക് പ്രതിഫലം. അത് ശരി. അപ്പൊ ഇത് ശരി, രണ്ടുപേർക്ക് ഈക്വൽ ഇത് തന്നെയല്ലേ ആരാധകരല്ല അവിടെ ഉള്ളത്. അങ്ങനെയാണോ? അപ്പം തലപതി പറയുന്ന നീ എത്ര പറഞ്ഞു? 250 കോടിയോ?
പണം എടുത്തേക്കുന്നത് 70 കോടി 270. 150 അജിത്ത്, ബാക്കി എല്ലാ കൂടെ ഒരു 50, 200 ആയി. 200 270 70 കോടി രൂപയുടെ പണം. ആ ബഡ്ജറ്റ്. എന്നാൽ നമുക്ക് പണം കണ്ടിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു. യെസ്.